നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മിണ്ടാത്തത്? ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പോലും അറിയില്ല. എനിക്കറിയാവുന്ന ഉത്തരം ഞാൻ പറയാം ആന്റി. ഇന്നത്തെ കാലത്തെ പല പെൺകുട്ടികളും ഭർത്താവിന്റെ കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാ. പക്ഷേ സ്വാമി വിവേകാനന്ദ പറഞ്ഞിരിക്കുന്നത് കുടുംബം എന്നതൊരു മരവും അവിടുത്തെ അംഗങ്ങൾ അതിന്റെ ചില്ലകളുമാണെന്നാണ്. അച്ഛനമ്മമാരാണ് ആ മരത്തിന്റെ തായ്വേര്. ആ കുടുംബത്തിലേക്ക് വരുന്ന മരുമകൾ ഒരു പറവയാണ്. ആ പറവയിരിക്കുന്ന ചില്ലയാണ് അവളുടെ ഭർത്താവ്. നിധി പറഞ്ഞ അതേ ഉത്തരം ഇവൾക്ക് എങ്ങനെ കിട്ടി? അതുകൊണ്ട് കുടുംബത്തിൽ വന്നു കയറുന്ന മരുമകള് അവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. തായ്വേരായ അച്ഛനമ്മമാർക്ക് കൂടുതൽ കെയർ കൊടുക്കണം. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിന് നീ നൽകിയത് തൃപ്തികരമായ മറുപടിയാ. അത് പിന്നെ അങ്ങനെ വരൂ. എന്റെ ബുദ്ധിയാ മോക്ക് കിട്ടിയിരിക്കുന്നെ. ഇനി അടുത്ത ചോദ്യം. ദൈവം പ്രത്യക്ഷപ്പെട്ട് നിനക്ക് പണക്കാരിയാവണോ പാവപ്പെട്ടവളാവണോ എന്ന് ചോദിച്ചാൽ നീ എന്തു പറയും? അമ്മ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറമോളെ. എങ്കിലും അമ്മ ചോദ്യങ്ങൾ ചോദിക്ക്. എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറയാം. പക്ഷേ എന്റെ ഉത്തരം ശരിയായാലും തെറ്റായാലും അത് മാറ്റാൻ അമ്മ നിർബന്ധിക്കരുത്. ഗൗതമിന്റെ വീട്ടിൽ നിന്ന് ആരോ വിളിക്കണമെന്ന് തോന്നുന്നല്ലോ. ഇന്നത്തെ കാലത്തെ പല പെൺകുട്ടികളും ഭർത്താവിന്റെ കാര്യത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. പക്ഷേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് കുടുംബം എന്നത് ഒരു മരവും അവിടുത്തെ അംഗങ്ങൾ അതിന്റെ ചില്ലകളുമാണെന്നാണ്. അച്ഛനമ്മമാരാ അതിന്റെ തായ്വേര്. അതുകൊണ്ട് കുടുംബത്തിൽ വന്നു കയറുന്ന മരുമകൾ അവിടുത്തെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. തായ്വേരായ അച്ഛനമ്മമാർക്ക് കൂടുതൽ കെയർ കൊടുക്കണം. അങ്ങനെ തന്നെയാണ് ഈ വേണ്ടത്. വീട്ടിൽ ബാക്കിയുള്ളതിനെയൊക്കെ ചവിട്ടി പുറത്താക്കണം. അതാ വേണ്ടത്. പണം സമ്പാദിക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് അധ്വാനിച്ച് നേടണം. ജന്മന പണക്കാരിയായാൽ കാശിന്റെ വില അറിയാതെ പോവും. ധൂർത്തടിച്ച് എല്ലാം തീർക്കും. പിന്നെ അധ്വാനിക്കുന്നു, അതൊക്കെ കെട്ടിയോന്റെ ജോലിയാടി. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ആ കാശ് ചിലവാക്കി ലാവിഷായിട്ട് ജീവിക്കണം. അത് മാത്രല്ലമ്മേ, പാവപ്പെട്ട വീട്ടിൽ പരസ്പരമുള്ള സ്നേഹം കൂടുതലായിരിക്കും. ഏതൊരു മണിച്ചിത്ര താഴിനും അത് തുറക്കാൻ ഒരു ചെറിയ താക്കോലുണ്ടായിരിക്കും. അതുപോലെ ദൈവം ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു വഴിയും തുറന്നിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടില്ല. ധൈര്യത്തോടെ ഫൈറ്റ് ചെയ്യും. ഇവക്ക് തലയ്ക്ക് വെളിവില്ലേ? ഫൈറ്റ് ചെയ്യാൻ ഇവളാര്? ആക്ഷൻ ഹീറോയിനോ? കൊള്ളാം. ചെറുക്കം വീട്ടുകാരുടെ ചോദ്യോത്തര പരിപാടിയിൽ ഇനി ഞാൻ പൊളിക്കും. ദൈവമേ,
ഇനി ഇതൊക്കെ കാണാതെ പഠിക്കണമല്ലോ. ഉഫ്, വല്ലാത്ത കഷ്ടം തന്നെ. വസു ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി തന്നെ കിട്ടി. ശിവാനി ബുദ്ധിമതി തന്നെയാ. എന്റെ മോളുടെ ബുദ്ധി വിമാനാ, എന്റെ ബുദ്ധി റോക്കറ്റാ. പെൺകുട്ടിയെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗൗതമിന് ചേരുന്ന ബന്ധം, സർവ്വ സൗഭാഗ്യങ്ങളും അടങ്ങിയ ജാതകമുള്ളൊരു പെണ്ണ്. ഇതിനപ്പുറം ഞങ്ങൾക്കൊന്നും വേണ്ട. ഒരുപാട് സന്തോഷായി. നീ സുന്ദരിയ. നീ വരുമ്പോ അണിയിക്കാൻ ഞാനൊരു വൈരമാല വാങ്ങി വെച്ചിട്ടുണ്ട്. വിവാഹത്തിന് നീ അതണിഞ്ഞ കൂടുതൽ സുന്ദരിയാവും. അതൊക്കെ ഇപ്പോഴേ എന്തിനാ തീരുമാനിക്കുന്നത്? നമുക്ക് വീട്ടിൽ ചെന്ന് ആലോചിക്കാം. എന്നിട്ട് നമ്മുടെ തീരുമാനം ഇവരെ അറിയിക്കാം. മര്യാദയും സംസ്കാരവും പഠിപ്പിച്ച ഞാൻ എന്റെ മോളെ വളർത്തിയത്. ഇവള് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നിലവിളക്ക് തന്നെയായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും ഇവളിലൂടെ വാനോളം ഉയരും. ജോത്സ്യരും അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇവളുടെ ജാതകം അത്രയ്ക്ക് ഉത്തമ അത്രേ. നിധിയുടെ ഗൃഹനിലയെ കുറിച്ചാ ഇവര് പറയുന്നത്. പക്ഷേ അതെങ്ങനെ ഇനി ഇവരോട് പറയും? ഒരു നല്ല തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചോട്ടെ. തീർച്ചയായും നല്ല തീരുമാനമേ വരൂ. ഏട്ടാ, അങ്ങനെയൊന്നും ഇപ്പൊ പറയണ്ട. നമുക്കിറങ്ങാം. പോകാൻ സമയമായി. ഗൗതം, വാ. അപ്പൊ പോയിട്ട് വിളിക്കാം. അപ്പോ വീണ്ടും കാണാം. നമസ്കാരം. അമ്മേ, മോളെ മോളെ ആ തള്ള ചോദിച്ചതിനൊക്കെയുള്ള മറുപടി നിനക്ക് എങ്ങനെ കിട്ടി? ഗൗതമനെ വിധിച്ചതേ എനിക്കാ അമ്മേ. അതുകൊണ്ട് ആ ഉത്തരങ്ങളും ദൈവം എനിക്ക് എത്തിച്ചു തന്നു. എന്റെ ദേവി, എന്തിനാ അമ്മായി ശിവാനിയും കൂടെ എന്നെ ഇങ്ങനെ ചതിച്ചത്? ഞാൻ എന്താ ദ്രോഹം ചെയ്തത്?